ഞാൻ ഇതിന്റെ മേലെ കൂടെ ഞാൻ ജാവോട്ടിക്ക് പഠിക്കാണ്. ജാവോട്ടിക്കാവ് പറിക്കാണ്. പഴുത്തത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ കേട്ടോ. മരം മൊത്തം പോവല്ലോ. മതി, ഇനി നന്നായിട്ട് പഴുക്കട്ടെ, എന്നിട്ട് ബാക്കി പറിക്കാം. ഇതിൽ നിറയെ ജബോട്ടിക്കാവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മള് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ വെട്ടിക്കൊടുത്തു. അതിന് താഴെയൊക്കെ നമ്മളിങ്ങനെ വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഇവിടുന്ന് ഒരു ജാബോട്ടിക്കാവ് കിട്ടി. ഉമ്മ വിചാരിച്ചത് വീണതാണ് വിചാരിച്ചു, അവിടെ ഉണ്ടായതാണ്. അപ്പൊ നമ്മളിങ്ങനെ നിറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറെ കിളികളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറിച്ചു വെക്കണം കുറച്ച്. എന്ത് അങ്ങനെ നമുക്ക് കൊറേ ജാബോട്ടിക്കാവ് കിട്ടി കൂട്ടുകാരെ. അതെ, പാപ്പു കഴിക്കുന്നുണ്ട്. പാപ്പു ഇഷ്ടപ്പെട്ടോ? നല്ലതാണ്. അത് ഉമ്മ കൊടുക്ക്. നല്ലതല്ലേ? മുന്തിരി. അതെ, നമ്മളെ വീട്ടിലെ മുന്തിരിയാണ്, പക്ഷെ മുന്തിരിയല്ല, ജാബോട്ടിക്കാവ്. നമ്മൾ പറിച്ചു വെച്ചത് കിളി കഴിച്ചിട്ടാട്ടോ. ഫുള്ള് കിളി കഴിക്കുന്നത്. കൊറേ കിളി കുട്ടിക്ക് വന്നിട്ടുണ്ട്. കഴിച്ചത് ഇന്നലെ കൊറേ ബ്ലാക്ക് ആയിരുന്നു, അതൊക്കെ ഇപ്പം എന്താ മൊത്തം കഴിച്ചതുണ്ടോ? എല്ലാം കഴിച്ചിട്ടുണ്ട്. ഈ സൈഡത്തതും കഴിച്ചോ? അത് മുഴുവൻ കഴിച്ചു. ആ 3 എണ്ണം കഴിച്ചു. ബാക്കി എടുത്തു വെച്ചോ? ജ്യൂസി. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ. അപ്പൊ നമ്മളെ മാവിന്റെ ലീഫൊക്കെ ഇങ്ങനെ നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മാവല്ല, നമുക്ക് 2-3 മാവുണ്ട്. 4 മാവുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പേര് അമ്പയുള്ളപ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ, പേര് ഓർമ്മയില്ല. അപ്പം അതിന്റെ ലീഫൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അവര് വലുതായി. അപ്പൊ അതിനൊരു വളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളത്തിന്റെ ഒക്കെ ഡീറ്റെയിൽ നമ്മൾ പിന്നെ പറഞ്ഞു. ശരിക്കും സ്കൂളിൽ വിട്ട് വന്നിട്ട് ഇവിടെ വന്നാൽ മതി, എന്തെങ്കിലും സാധനം തിന്ന് മൊത്തം തീർക്കാം. അതെ. പിന്നെ നമ്മളെ പേരക്ക, ചെറിയ മുട്ടുണ്ടായിട്ടുണ്ട്. മുട്ടല്ലേ? മുട്ടാണ്. പേരക്കയിലൊക്കെ മുട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടല്ലേ. ഇവിടെയൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ പേരക്ക. പിന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഴയുണ്ട്. അതെ, ടെറസിലെ അപ്ഡേഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ മഴയൊക്കെ പെയ്തതിന് ശേഷം ഇവിടെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പച്ചക്കറി കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതെ, ഇപ്പൊ ഇവിടെ ചെറിയൊരു പച്ചമുളകിന്റെ ഒരു ഇതുണ്ട്. പിന്നെ വഴുതനങ്ങയുണ്ട്. വഴുതനങ്ങയുടെ ലീഫൊക്കെ ഒരു കുട്ടി ഈ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. പാരം ചെയ്യരുത്, ഫേക്ക് ആണ്. ഞാൻ വിചാരിച്ചത് സൗന്ദര്യം വരുന്നതാണ്. അതെ, പാപ്പു സൗന്ദര്യം വിചാരിച്ചിട്ട്. ഒരു ദിവസം ഞാൻ താഴെയായിരുന്നു, ഉമ്മച്ചി എന്തോ ഒരു പരിപാടിയിൽ പണി എന്തോ എടുക്കായിരുന്നേ. അവിടെ ഇങ്ങനെ ഒരു മുളക്, ഇങ്ങനെ റെഡ് മുളക് എടുത്തിട്ട് ലിപ്പിലും കടിച്ചിട്ട് അതിന്റെ ആ ഭാഗം ലിപ്പിലും വണ്ടോടിക്കുന്ന സമയത്ത് കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ണിലാക്കിയാ വിചാരിച്ച് ബ്ലഷ് വരുന്നേക്കുള്ളൂ വിചാരിച്ച്. അങ്ങനത്തെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒക്കെ ഫേക്ക് ആണ്, ആരും ചെയ്യരുത്. കുട്ടികൾ ഇങ്ങനത്തെ റീലൊക്കെ കണ്ടിട്ടില്ലേ സത്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യൂട്ടോ. അപ്പൊ അതുപോലെ പാപ്പു എന്ത് ചെയ്തിട്ടുണ്ടായി, ടെറസിൽ വന്നിട്ട് കളിക്കുന്ന സമയത്ത് ഒരു പച്ചമുളക് നമ്മളിവിടെ തന്നെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് പറിച്ചു കണ്ണിൽ എഴുതി. എന്നിട്ട് പിന്നെ അതിനുശേഷം പാപ്പുന് മനസ്സിലായി ഇതൊക്കെ ഫേക്ക് ആണ്. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ഞാൻ വിചാരിച്ചത് ഇതിപ്പോ ഐലൈനറിനെ പോലെ ഐഷാഡോ ചെയ്ത പോലെ കണ്ണിലൊക്കെ ഒന്ന് എറിഞ്ഞു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു റെഡ് ആവുമെന്ന് വിചാരിച്ചു അല്ലേ. എന്റെ കയ്യില് മാജിക് ഉണ്ട്. ഞാൻ പാപ്പുവിന്റെ ഒരു സൗന്ദര്യം എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്, കണ്ടോ? പാപ്പുവിന്റെ സൗന്ദര്യം പോയത് പോവും, സൗന്ദര്യം വരും. പാപ്പുനെ പ്രാങ്ക് ആക്കിയില്ലേ പാപ്പു? കണ്ടോ, എനിക്ക് സൗന്ദര്യമില്ല. അപ്പൊ നമ്മളെ കിളിഞ്ഞാവല് നന്നായിട്ട് പൂത്തല്ലല്ലോ മുട്ടിട്ട് നിൽക്കണം. മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ നിറച്ച്. ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കണം. മഴയാണെങ്കിലും ഈ ചട്ടിയിൽ അധികം നേരം വെള്ളം നിൽക്കില്ല, ഈ സ്പോട്ട് മാറ്റാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും വിറ്റ് എന്താ വെച്ചാൽ നമ്മള് കിളികൾക്ക് വേണ്ടി വെച്ച സാധനങ്ങൾ അവർ തിന്നുമില്ല, നമുക്ക് വേണ്ടി വെച്ച സാധനങ്ങൾ അവർ തിന്നുകയും ചെയ്യും. കിളിഞ്ഞാവല് ചീട് വരയുന്നുണ്ട് കേട്ടോ, നല്ല ഒച്ചയുണ്ടല്ലേ. നമ്മളെപ്പോ വീഡിയോ എടുത്താലും ആ ഒരു സൗണ്ട് നാച്ചുറൽ ശബ്ദം. വേറെ എന്തൊരു കിളീൻ്റെ ഒച്ചയുണ്ട്.
ഞാനേ എനിക്ക് കൊതുക് അടിച്ചാൻ നിക്കാനേ ഇത്ര സ്പീഡ് എടുക്കണ്ട എന്റെ കാല് പണിക്കും. ഉമ്മ വടി കൊടുത്ത് അടി വാങ്ങിച്ചു പറയുന്ന പോലെ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഓടാണ് കേട്ടോ. കണ്ടു കണ്ടു കണ്ടു. ഇത് നമ്മളുടെ മൾബറിയാണ് കേട്ടോ. അപ്പം ഇതിലിതാ മൾബറി ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇതിൻ്റെ പേര്, ഫ്രൂട്ടിൻ്റെ പേര് മറന്നുപോയി, പക്ഷെ ഇത് നല്ല ഫ്രൂട്ടാണ്. ഇതെല്ലാം പൂവിട്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും ചില പോട്ടിലൊക്കെ ഇച്ചിരി വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. പാമി നനയ്ക്കാണ് ഇവിടെ. ഇത് നമ്മളെ അബിയോ ആണ് കേട്ടോ. ഈ ഒരു അതെ. അപ്പൊ ഇതിപ്പം നമ്മൾ വളമൊക്കെ ഇട്ട് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, ഇതെല്ലാം പുല്ലുകളൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൊത്തമായിട്ട് പറിച്ചു. പിന്നെ ഇതാണ് നമ്മൾ വേറൊരു മാവ് വരുന്നത്. കൊറേ മാവ് ഉണ്ടെങ്കിലും മാവെന്ന് മാത്രമേ അറിയില്ല അതിന്റെ പേര്. പേരെല്ലാം അബ്ബയ്ക്ക് മാത്രമേ കറക്റ്റ് അറിയൂ. അപ്പൊ നമ്മള് അത് പിന്നൊരു ദിവസം പറഞ്ഞുതരാം. അവിടെ ഒരു മൾബറി ഉണ്ട്, പിന്നെ അവിടെ 2 മാവുണ്ട്. 2 മൾബറി ഉണ്ട്. ഇത് നമ്മൾ ജബോട്ടിക്ക. ഇവരൊക്കെ വലുതായി. വലുതായി. ദൂരെ കാണുന്ന കേട്ടോ നമ്മളെ പാരിജാതം. അതിൽ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട് കണ്ടോ. വൈറ്റ് കളറിൽ ഇങ്ങനെ മുട്ടിട്ടിട്ടുണ്ട്. അതാ അവിടെ കണ്ടോ പാപ്പു. ഇത് നമ്മളുടെ താഴെ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാ. ഇതിലും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ചെടി നനയ്ക്കാൻ ഇഷ്ടം. അതെ, അതേപോലെ വെള്ളത്തിൽ കളിക്കാനും ഇഷ്ടമാണ് അല്ലേ? ഇത് ഈ പച്ച നല്ലതാ. അതൊരു ചെടിയാ. അല്ല, അതല്ല, അത് ഇങ്ങനെ ഫുള്ള് സ്പ്രെഡാണ് രസമുണ്ടാവും. അത് നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഒരു മേലോട്ട് പോകുന്നൊരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില് ഇപ്പൊ നിറച്ചുണ്ടായിട്ടുണ്ട്. കിളികൾക്കൊക്കെ ഇങ്ങനെ കൂട് വെക്കും. അങ്ങനെ നമ്മളുടെ അത്തപ്പൂക്കളം കാണാൻ കഴിയാത്തൊരു കഥയും പിന്നെ നമ്മളുടെ ചെടികളും എന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാറ്റ് വന്നിട്ടുള്ളൂ, ഞാനൊന്നും ചെയ്തില്ല. അതെ, ഒരു കാറ്റ് വന്നിട്ടുള്ളൂ, ഞാനൊന്നും ചെയ്തില്ല. അപ്പം ബാൽക്കണിയിലെ ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ. ഇനിയിപ്പോ നമ്മളുടെ ആമ്പലിന്റെ ആ പോട്ടൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.